യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച 2026 ഏപ്രിൽ 20. ഇന്നും ഈ പ്രാർത്ഥനയാത്രയിൽ നമ്മൾ ഒരുമിച്ചെത്തിയിരിക്കുന്നത് വെറുതെയല്ല. ചില വീടുകളിൽ ഇന്ന് രാവിലെ ചായക്കെട്ടിയുടെ ശബ്ദം കേട്ടിട്ടും മനസ്സിൽ ശാന്തിയില്ല. ചിലർ ഇന്നലെ രാത്രി വീണ്ടും ആ പഴയ ഫയൽ തുറന്നു നോക്കി. അപേക്ഷ കൊടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഫോൺ കോൾ പോലും വന്നില്ല. ചിലർ കതകിൻ്റെ കൊളുത്ത് പിടിച്ചു നിൽക്കുന്നു. ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം കർത്താവേ എന്ന് മനസ്സിൽ മാത്രം ചോദിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം സാധാരണയായി തോന്നും. പക്ഷേ ഉള്ളിലൊരു മുറിവുണ്ട്. നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിൻ്റെ മുറിവ്. ജോലി കിട്ടുമോ? തുറന്ന വാതിൽ അടഞ്ഞു പോകുമോ? വീട്ടിലെ ബാധ്യതകൾ എങ്ങനെ നിറവേറ്റും? കടം എപ്പോൾ തീരും? എന്നെ മറന്നുപോയോ ദൈവം? ഈ ഒരേയൊരു വേദന പലരും എടുത്ത് ഇന്ന് അനേകം ഹൃദയങ്ങളിൽ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഏപ്രിൽ പ്രാർത്ഥനയാത്രയിൽ നാം പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയെ പിടിച്ചു നിൽക്കുകയാണ്. പുതിയ തുടക്കങ്ങൾക്കായി, അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാനായി, മുടങ്ങിയ ജീവിതം വീണ്ടും നീങ്ങാനായി നാം ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഇന്നത്തെ ദിവസം ഈ യാത്രയിലെ അത്യാവശ്യമായ ഒരു ദിവസമാണ്. കാരണം ചില കാത്തിരിപ്പുകൾ ദിവസങ്ങൾ കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് കടന്നുപോകേണ്ടത്. ഇന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, നീണ്ടു നിൽക്കുന്ന മറുപടി ഇല്ലാത്ത കാത്തിരിപ്പിൽ ക്ഷീണിച്ചു പോയവർക്കായി. ജോലി അപേക്ഷ നൽകി മറുപടി കാത്തിരിക്കുന്നവർ, വിദേശത്തേക്ക് പോകാൻ വിസയോ പെർമിറ്റോ കാത്തിരിക്കുന്നവർ, ചെറിയ വീട്ടുപണി പൂർത്തിയാക്കാൻ പണം വരുമോ എന്ന് നോക്കുന്നവർ, EMIയുടെ തീയതി അടുക്കുമ്പോൾ ശ്വാസം മുട്ടുന്നവർ, വീട്ടിലെ മരുന്ന് ചെലവ് കൂട്ടിക്കൊണ്ടിരിക്കെ കയ്യിൽ ഒന്നുമില്ലാത്തവർ. ഇവയെല്ലാം വ്യത്യസ്തമായി തോന്നിയാലും ഹൃദയത്തിലെ കേന്ദ്രവേദന ഒന്നു തന്നെയാണ്. കർത്താവെ, ഞാൻ കാത്തിരിപ്പിൽ തളർന്നു. എത്ര കഷ്ടമാണെന്ന് എനിക്കറിയാം. ഓരോ പ്രഭാതവും ഫോൺ എടുത്തു നോക്കുന്നത്, അറിയാത്ത നമ്പർ വന്നാൽ ഹൃദയം ഒന്ന് കുതിക്കുന്നത്, പിന്നെ അത് ബാങ്ക് ഓഫർ അല്ലെങ്കിൽ തെറ്റായ കോളാണെന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ തകർച്ച. വീട്ടുകാർ ചോദിക്കുന്ന സാവധാനമുള്ള ചോദ്യങ്ങളും ചിലപ്പോൾ മുറിവാകുന്നു. എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന ചോദ്യം പോലും ചിലർക്ക് കണ്ണീരാകുന്നു. കാരണം മറുപടിയില്ലാത്ത ദിവസങ്ങൾ ശബ്ദമില്ലാതെ മനുഷ്യനെ ഉള്ളിൽ നിന്ന് ക്ഷീണിപ്പിക്കും. കാത്തിരിപ്പ് ചിലപ്പോൾ വിശപ്പിനേക്കാൾ വേദനയാണ്. അത് ആത്മവിശ്വാസം കെടുത്തും. പ്രാർത്ഥന പോലും കേൾക്കപ്പെടുന്നില്ലെന്നൊരു തോന്നൽ വരുത്തും. എന്നാൽ ഇന്നത്തെ വചനം നമുക്ക് ഒരു കൈത്താങ്ങായി വരുന്നു. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിനെ കാത്തിരിക്കാം, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ബലപ്പെടട്ടെ, കർത്താവിനെ കാത്തിരിക്കാം. എത്ര ലളിതമായ വചനമെങ്കിലും ഇന്ന് ഇത് നമ്മുടെ ഹൃദയത്തിൽ തീ പോലെ ഇറങ്ങണം. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വെറും നിൽക്കുക എന്നല്ല. കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കാത്തിടത്തും അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുക. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ കണ്ണീരില്ലാതാകുക എന്നല്ല, കണ്ണീരുള്ളപ്പോഴും തകരാതെ നിൽക്കുക. നിന്റെ ഹൃദയം ബലപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മറുപടി കിട്ടിയ ശേഷം മാത്രമല്ല, മറുപടി വരുന്നതിനു മുമ്പേ ദൈവകൃപ നിന്നെ താങ്ങട്ടെ എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ദൈവത്തിൻ്റെ സമയം നമ്മെ ശിക്ഷിക്കാൻ വരുന്നില്ല, നമ്മെ തകർന്ന നിലയിൽ അയക്കാതിരിക്കാനാണ് താമസിക്കുന്നത്. അടഞ്ഞ വാതിലെല്ലാം ഉപേക്ഷിക്കലല്ല, ചിലത് സംരക്ഷണമാണ്. ചില വൈകിപ്പിക്കൽ കൃപയുടെ രൂപമാണ്. ചില കാത്തിരിപ്പുകൾക്ക് ശേഷം ലഭിക്കുന്ന അനുഗ്രഹം നമുക്ക് അതിനെ നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിർത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കും വരിക. ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല, പ്രത്യേകിച്ച് വീട്ടിൽ വാടക തീയതി അടുത്തിരിക്കെ, അമ്മയുടെ മരുന്ന് തീരുമ്പോൾ,
കുട്ടികളുടെ ഫീസ് ഓർമ്മ വരുമ്പോൾ. പക്ഷെ ഇന്നും ഞാൻ നിങ്ങളോട് സാവധാനമായി പറയട്ടെ, ദൈവം മൗനമായിരിക്കാം, പക്ഷെ അവൻ അകന്നിട്ടില്ല. എനിക്ക് ഒരു കുടുംബത്തെ ഓർമ്മ വരുന്നു. ഭർത്താവ് പലയിടങ്ങളിലും ജോലി അപേക്ഷ നൽകിയിരുന്നു. ഒരു പഴയ നീല ഫയലിൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നന്നായി വെച്ചിരുന്നു. ആ ഫയലിൻ്റെ കോണുകൾ ചീറിപ്പോയിരുന്നു. എത്ര പ്രാവശ്യം തുറന്നു നോക്കിയതിൻ്റെ അടയാളം. ഭാര്യ രാവിലെ അടുക്കളയിൽ ചായ വയ്ക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ചെറു ശബ്ദത്തിനിടയിൽ അദ്ദേഹം നിശബ്ദമായി ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് മുന്നിൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു രാത്രി അദ്ദേഹം വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി വിളിയൊന്നും വരില്ലെന്ന് തോന്നുന്നു. വലിയ അത്ഭുതം അടുത്ത ദിവസം തന്നെ സംഭവിച്ചില്ല. എന്നാൽ അവരൊരു കാര്യം തുടങ്ങി. ഓരോ രാവിലെയും ആ ഫയലിന് മുകളിൽ കൈവച്ച് യേശുവിനോട് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കുറേ ദിവസങ്ങൾക്കു ശേഷം ഒരു ചെറു ഓഫീസിൽ നിന്ന് വിളി വന്നു. അത് അവരുടെ സ്വപ്നത്തിലെ വലിയ ജോലിയായിരുന്നില്ല. ശമ്പളവും വളരെ വലിയതല്ലായിരുന്നു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ ആദ്യമായൊരു ശാന്തി ഇറങ്ങി. ആ മനുഷ്യൻ ആദ്യ ശമ്പളം വാങ്ങി വീട്ടിലെത്തിയ ദിവസം വലിയ വിരുന്നൊന്നും ഉണ്ടായില്ല. പക്ഷേ ഭാര്യ ചൂട് ചോറിനൊപ്പം ഒരു ചെറിയ മീൻകറി വെച്ച് കണ്ണ് നനഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ താമസിച്ചെങ്കിലും വിട്ടുകളയാത്ത കരുതലാണ്. പ്രിയമുള്ളവരെ, ചില സാക്ഷ്യങ്ങൾ ഇടിമുഴക്കമല്ല. ചിലത് ക്ഷീണിച്ച വീട്ടിൽ വീണ്ടും തെളിയുന്ന വിളക്കാണ്. അതും അത്ഭുതമാണ്. ഇന്ന് ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. കാത്തിരിപ്പ് അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൈവിടൽ ആരംഭിച്ചിട്ടില്ല. നിന്റെ ഫയൽ മറന്നുപോയിട്ടില്ല. നിന്റെ അപേക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ പേര് സ്വർഗത്തിൽ അറിയപ്പെടുന്നില്ല എന്ന് ഒരിക്കലും കരുതരുത്. ഭൂമിയിലെ ഓഫീസുകളിൽ നിന്റെ പേര് വിളിക്കപ്പെടാതെ താമസിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്റെ പേര് പറഞ്ഞ് നിന്നെ അറിയുന്നു. ആ ബോധം ഇന്ന് നിനക്ക് ശ്വാസമായി മാറട്ടെ. ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നിന്റെ അടുത്തുണ്ടെങ്കിൽ ഒരു ഫയൽ, ഒരു അപേക്ഷപത്രം, ഒരു പാസ്പോർട്ട്, ഒരു താക്കോൽ, അല്ലെങ്കിൽ നിന്റെ കാത്തിരിപ്പിനെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ചെറിയ വസ്തു കയ്യിലെടുക്കൂ. അതൊന്നും സമീപത്തില്ലെങ്കിൽ നിന്റെ വലതുകൈ നെഞ്ചിന്മേൽ വെക്കൂ. നാം ഇതൊരു അനുഷ്ഠാനമായിട്ടല്ല, ഒരു സമർപ്പണമായി ചെയ്യുന്നു. കർത്താവെ, ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇതാണ്. ഇനി നീ പിടിച്ചു നിർത്തണമേ എന്നൊരു നിശബ്ദ സമർപ്പണമായി. നെഞ്ചിന്മേൽ കൈവച്ചിരിക്കുന്ന പ്രിയമുള്ളവനെ, പ്രിയമുള്ളവളെ, ഇന്നത്തെ ഈ നിമിഷത്തിൽ യേശു നിന്റെ അരികിലുണ്ട്. നിന്നെ ക്ഷീണിപ്പിച്ച കാത്തിരിപ്പിൻ്റെ മുറിയിലേക്ക് അവൻ കടന്നു വരുന്നു. തുറക്കാത്ത ഇമെയിലുകൾക്കരികിലും, നിരസിച്ച അപേക്ഷകളുടെ ഓർമ്മക്കരികിലും, ബാങ്ക് മെസ്സേജുകളുടെ ഭയത്തിനരികിലും, വീട്ടിലെ നിശബ്ദ സംഘർഷത്തിനരികിലും അവൻ വരുന്നു. ഇപ്പോൾ ഹൃദയത്തിൽ പതുക്കെ പറയൂ, യേശുവേ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. വീണ്ടും പറയൂ, യേശുവേ, എൻ്റെ ഹൃദയം ബലപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി പറയൂ, യേശുവേ, എൻ്റെ വാതിലുകൾ നീ തന്നെ തുറക്കണമേ. കർത്താവായ യേശുവേ, ഇന്ന് നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിൽ തളർന്നുപോയ നിന്റെ മക്കളെ ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ദിവസങ്ങളായി മറുപടിയില്ലാതെ വേദനിക്കുന്നവരെ നീ തൊടണമേ. അവരുടെ കണ്ണിലെ ഉറക്കമില്ലായ്മ നീ കാണുന്നു. അവരുടെ വീട്ടിലെ നിശബ്ദ കണക്കുകൂട്ടലുകൾ നീ കേൾക്കുന്നു. മരുന്ന്, കുട്ടികളുടെ ഭാവി, മുടങ്ങിയ വീട്, വൈകിയ ജോലി, നിലച്ച വിളി, എല്ലാം നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. കർത്താവേ, ഈ ഭാരം ഇന്ന് അവർക്ക് താങ്ങാനാവാത്തതാണെങ്കിൽ അത് നീ ഏറ്റെടുക്കണമേ. യേശുവെ, മറുപടി കിട്ടാതെ മനസ്സ് ചുരുണ്ടുപോയവർക്കു ആത്മസ്ഥൈര്യം തരണമേ. അന്യരുടെ മുന്നിൽ ശക്തരായി നടിക്കുമ്പോഴും രാത്രിയിൽ ഒറ്റക്ക് കരയുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. പലവട്ടം നിരാശപ്പെട്ടിട്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ വരേണ്ടി വരുന്ന അവസ്ഥയെ നീ മാനിക്കണമേ.
അവരുടെ വിശ്വാസത്തിൻ്റെ ചെറുജ്വാല അണയാതെ കാത്തു സൂക്ഷിക്കണമേ. ഇന്ന് ഒരു വാതിൽ തുറക്കേണ്ടവർക്ക് വാതിൽ തുറക്കൂ. ഇന്ന് ഒരു വാർത്ത എത്തേണ്ടവർക്ക് നല്ല വാർത്ത അയക്കൂ. ഇന്ന് ഒരു ഭയം ഒടിയേണ്ടവരുടെ ഉള്ളിൽ സമാധാനമിറക്കൂ. ഇന്നൊരു കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ അവരുടെ മേശയിൽ അന്നവും ഹൃദയത്തിൽ പ്രത്യാശയും തരണമേ. കർത്താവേ, വൈകിപ്പിച്ചതിന് പിന്നിലെ നിന്റെ രഹസ്യം ഇപ്പോൾ അവർ മനസ്സിലാക്കാത്തതായിരിക്കാം. എങ്കിലും വൈകിയാലും ദയയിൽ താമസിക്കാത്ത ദൈവമായി നീ പ്രവർത്തിക്കണമേ. നിരസിക്കപ്പെട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെ ചെറുതായി കരുതുന്ന മക്കൾക്ക് അവരുടെ വില നിന്റെ കണ്ണുകളിൽ എന്താണെന്ന് അറിയിക്കണമേ. മറ്റുള്ളവരുടെ വിജയവാർത്തകൾ കേട്ട് ഉള്ളിൽ തകരുന്നവരെ അസൂയയിൽ നിന്നല്ല, ആശ്വാസത്തിൽ നിന്ന് നടത്തണമേ. എനിക്കും ഒരു ദിവസമുണ്ട് എന്ന വിശ്വാസം നഷ്ടപ്പെട്ടവർക്കു ഇന്നൊരു ആശ്വാസം തരണമേ. വീട്ടിൽ എല്ലാവരും ഉറങ്ങിപ്പോയ ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് ഫോൺ സ്ക്രീൻ നോക്കി നിശബ്ദമായി കരയുന്ന ആ മകനെ അനുഗ്രഹിക്കണമേ. അടുക്കള സിങ്കിനരികിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കെ ഉള്ളിൽ പേടി കെട്ടിക്കിടക്കുന്ന ആ മകളെ അനുഗ്രഹിക്കണമേ. പഴയ ഫയലിൻ്റെ ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റുകൾ പോലെ സ്വന്തം സ്വപ്നങ്ങളും മങ്ങിയു പോകുന്നു എന്ന് തോന്നുന്നവരെ പുതുക്കണമേ. വിളി വരാത്ത നമ്പറുകൾക്കപ്പുറം നിന്നെ കേൾക്കാൻ അവരുടെ മനസ്സ് തുറക്കണമേ. യേശുവേ, ഞങ്ങൾ ഇന്ന് ഉടൻ അത്ഭുതം ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഉപേക്ഷിക്കപ്പെടാത്ത കൃപ ആവശ്യപ്പെടുന്നു. തകരാതെ കാത്തിരിക്കാൻ ശക്തി ആവശ്യപ്പെടുന്നു. തെറ്റായ വാതിലുകൾക്ക് മുന്നിൽ വലഞ്ഞു നിൽക്കാതെ നിന്റെ വാതിൽ തുറക്കുന്നതുവരെ വിശ്വാസത്തോടെ നിൽക്കാൻ കരുണ ആവശ്യപ്പെടുന്നു. കാത്തിരിപ്പ് ശിക്ഷയല്ല, അതൊരു ഒരുക്കമാണെന്ന് മനസ്സിലാക്കാൻ കൃപ തരണമേ. മൗനമഭാവമല്ല, പ്രവർത്തനം കാണാത്ത രൂപമാണെന്ന് വിശ്വസിക്കാനുള്ള തരണമേ. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരട്ടെ. നിങ്ങളുടെ പേര് എഴുതി ആമേൻ എന്ന് എഴുതൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് എഴുതൂ. രോഗശാന്തി, സമാധാനം, പരീക്ഷ. ഈ ഇടം വെറുമൊരു കമന്റ് ഭാഗമല്ല, പരസ്പരം പേരെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയാണ്. ഇന്ന് ആരുടെയോ ആമേൻ നിന്റെ വിശ്വാസത്തെ ഉയർത്തും. നിന്റെ ഒരൊറ്റ വാക്ക് മറ്റൊരാളുടെ കണ്ണീർക്ക് ആശ്വാസമാകും. ഇന്നത്തെ ആത്മീയ മറുപടി ഇതാണ്: ഇന്ന് രാത്രി ഉറങ്ങാൻ മുമ്പ്, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പോലെ ശാന്തമായ ഒരു നിമിഷത്തിൽ വീണ്ടും നിന്റെ നെഞ്ചിന്മേൽ കൈവച്ച് ഈ വചനമാത്രം 3 പ്രാവശ്യം പറയൂ. കർത്താവിനെ കാത്തിരിക്കാം. എൻ്റെ ഹൃദയം ബലപ്പെടട്ടെ. ഇതിൽ വേഗമില്ല, പ്രദർശനമില്ല. ഇത് നിന്റെ ക്ഷീണിച്ച ആത്മാവിന് ഒരു വിശ്വാസശ്വാസമാണ്. കാത്തിരിപ്പിനെ യേശുവിൻ്റെ കയ്യിൽ വെക്കുന്ന ഒരു നിശബ്ദ സമർപ്പണമാണ്. ഇന്ന് ഈ സന്ദേശം കേട്ട ശേഷം നിന്റെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം വന്നാൽ അത് വെറുതെയല്ല. നിന്റെ ഫോൺ ഒരു ചെറിയ പീഠമായി മാറട്ടെ. നിന്റെ വാട്സാപ്പ്, നിന്റെ സ്റ്റാറ്റസ്, നിന്റെ ഒരു പങ്കുവെപ്പ് മറ്റൊരാളുടെ ഇരുണ്ട രാവിലേക്ക് ദൈവവചനം കൊണ്ടുപോകട്ടെ. ഒരാളുടെ കണ്ണീരിലേക്ക് ഈ പ്രാർത്ഥന എത്തുന്നത് സുവിശേഷ പ്രവർത്തനമാണ്. ചിലപ്പോൾ നാം പ്രസംഗിക്കുന്നില്ല, നാം അയക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. നിന്റെ കാത്തിരിപ്പ് ദൈവത്തിന് ഭാരമല്ല. നിന്റെ പേര് അവൻ്റെ ഹൃദയത്തിലുണ്ട്. നീ ക്ഷീണിച്ചാലും നിന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി ക്ഷീണിക്കുന്നില്ല. നീ മൗനത്തിലായാലും നിന്നെക്കുറിച്ചുള്ള അവൻ്റെ ദയ മൗനത്തിലാകുന്നില്ല. ഞാൻ മധ്യത്തിൽ നിന്നൊരു ചെറിയ വാക്ക് മാത്രം പറയട്ടെ. ചില ദിവസങ്ങളിൽ വലിയ വിശ്വാസം വേണ്ട. വീഴാതെ യേശുവിൻ്റെ അരികിൽ തുടരാൻ മതിയാകും. അതുതന്നെ വലിയ കൃപയാണ്. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. തുറക്കേണ്ട വാതിലിന് മുൻപിൽ നിന്റെ ഹൃദയം തകരാതെ നിൽക്കട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ പുലർച്ചെ കൃത്യം 5:30 വീണ്ടും കാണാം.
ദൈവം നിങ്ങളെ കാത്തുസൂക്ഷിക്കട്ടെ. ആമേൻ.